ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനി മലയാളത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. സ്ക്വിഡ് ഗെയിം സീസൺ 3 കണ്ടതിന് ശേഷം അതിന്റെ എൻഡിങ്ങിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് ആണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. വീഡിയോ തുടർന്ന് കാണുന്നതിന് മുമ്പേ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സീരീസ് കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് വരാം. ഈ സ്ക്വിഡ് ഗെയിമിന്റെ 3 സീസണുകളിലൂടെയാണെങ്കിലും അതിന്റെ കഥാകൃത്ത് പറയാനായി ഉദ്ദേശിച്ചിരുന്നത് പണവും സമ്പത്തും ഉള്ളവർ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ, പണമൊന്നും ഇല്ലാത്ത ആളുകളെ എങ്ങനെയാണ് ചൂഷണം ചെയ്യുന്നത്, അവരെ തമ്മിലടിപ്പിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുന്നത് എങ്ങനെയാണ് എന്നീ കാര്യങ്ങളെല്ലാം പറയാനും അതിലൂടെ യഥാർത്ഥ മനുഷ്യത്വം എന്താണെന്ന് പ്രേക്ഷകരായ നമ്മളെ കാണിച്ചു തരാനുമാണ് ശ്രമിച്ചിരുന്നത്. ആദ്യ സീസണിന്റെ അവസാന എപ്പിസോഡിൽ പോലും ചെയർമാൻ സോങ് ഗ്യൂനുമായി ബെറ്റ് വെക്കുന്നത് പോലും ഇങ്ങനെ മനുഷ്യത്വത്തെക്കുറിച്ചായിരുന്നു. ഈ രണ്ടാമത്തെ സീസണിന്റെ അവസാന എപ്പിസോഡിൽ ഫ്രണ്ട്മാൻ സോങ് ഗ്യൂന്റെ കൂട്ടുകാരനെ കൊല്ലുന്ന സമയത്തും നീ ഇപ്പോഴും മനുഷ്യരിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ ഈ മൂന്നാമത്തെ സീസണിലും നമ്മൾ കണ്ടുകൊണ്ടിരുന്നതും ഇത്തരത്തിൽ മനുഷ്യത്വം ഉള്ളവരെയും മനുഷ്യത്വം ഇല്ലാത്ത ആൾക്കാരെയും കുറിച്ചാണ്. ഉദാഹരണത്തിന് പ്രായമായിട്ടുള്ള ആ ഒരു ക്യാരക്ടറിനെ നോക്കുകയാണെങ്കിൽ അയാൾ തന്നെ രക്ഷപ്പെടാൻ സഹായിക്കുന്ന ആ ഒരു മന്ത്രവാദിനി ക്യാരക്ടറിനെ, ആ ഒരു മന്ത്രവാദിനി ഇല്ലായിരുന്നുവെങ്കിൽ അയാൾക്ക് ഹൈഡ് ആൻഡ് സീക്ക് ഗെയിമിൽ നിന്നും പുറത്ത് കടക്കാൻ കഴിയില്ലായിരുന്നു. ആ ഒരു അവസരത്തിൽ തന്നെ സഹായിച്ച മന്ത്രവാദിനിയെ കൊല്ലാനായി ഇട്ടുകൊടുത്തുകൊണ്ട് ആ ഒരു പങ്ക് കൂടി, ആ ഒരു പണം കൂടി നേടിയെടുക്കാനാണ് ഈ ഒരു ക്യാരക്ടർ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ക്യാരക്ടറിനെ ഈ 2 സീസണുകളിലും കാണിച്ചിരിക്കുന്നതും ഇത്തരത്തിൽ കൂടെ നിൽക്കുന്നവരെ ചതിക്കുന്ന, പണത്തിന് വേണ്ടി കൂടെ നിൽക്കുന്നവരെ ഒറ്റുന്ന പോലെ ഒരു ക്യാരക്ടറായിട്ടാണ്. ഇതുപോലെ തന്നെയാണ് ആ ഒരു മന്ത്രവാദിനിയും തന്നെ പിന്തുടർന്നു വന്ന, തന്നെ വിശ്വസിച്ചു വന്ന ആൾക്കാരെ കൊലയ്ക്ക് വേണ്ടി ഇട്ടുകൊടുത്ത് അവിടെ നിന്നും രക്ഷപ്പെടുന്നതായി കാണിക്കുന്നത്. ഇനി നമ്പർ 333 എന്ന ക്യാരക്ടറിലേക്ക് വരികയാണെങ്കിലും അയാളും സീരീസിന്റെ അവസാനത്തിൽ പണത്തിന് വേണ്ടി തന്റെ സ്വന്തം മകനെ വരെ കൊല്ലുമെന്ന് പറയുന്നുണ്ട്. അതിനു മുന്നേ ഹൈഡ് ആൻഡ് സീക്ക് എപ്പിസോഡിൽ വെച്ച് അവന്റെ കാമുകിയായിരുന്ന നമ്പർ 222നെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന രീതിയിലാണെങ്കിലും അവൻ കൊല്ലേണ്ട ആളുടെ എണ്ണം കഴിഞ്ഞിട്ട് പോലും മറ്റു പലരെയും തേടിപ്പിടിച്ച് വെറുതെ കൊല്ലുന്നതായി കാണിച്ചതും അവന് ആളുകളുടെ എണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടിയും കിട്ടേണ്ട പങ്കിന്റെ അളവ് കൂട്ടുന്നതിന് വേണ്ടിയുമായിരുന്നു. ഇങ്ങനെ മനുഷ്യത്വമില്ലാത്ത ഒരുപാട് ആളുകളെ ഈ ഒരു സീസണുകളിൽ കാണിച്ചിട്ടുണ്ട്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മനുഷ്യത്വം ഉള്ള ക്യാരക്ടറുകളെയും കാണിച്ചു പോകുന്നുണ്ട്. ഈ നമ്പർ 222 തന്റെ ജീവൻ കളഞ്ഞിട്ടാണെങ്കിൽ പോലും തന്റെ മകളെ രക്ഷിക്കുന്നതായിട്ടും ആ ട്രാൻസ്ജെൻഡർ ക്യാരക്ടർ തനിക്ക് രക്ഷപ്പെടാൻ അവസരം ഉണ്ടായിരുന്നിട്ടും എക്സിറ്റ് കണ്ടുപിടിച്ചിട്ട് പോലും ഈ നമ്പർ 222നെയും അവളുടെ മകളെയും ആ ഒരു അമ്മയെയും രക്ഷിക്കുന്നതിന് വേണ്ടി തിരിച്ചു വരുന്നതായിട്ടും അവിടെ വെച്ച് മരണപ്പെടുന്നതായിട്ടുമാണ് കാണിക്കുന്നത്. ഇനി നായകനായിട്ടുള്ള സോങ് ഹ്യൂൻ എന്ന ക്യാരക്ടറിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ട്മാൻ ഈ സോങ് ഹ്യൂനെ വിളിച്ചുകൊണ്ട് ചെയർമാൻ പണ്ട് തന്നോട് പറഞ്ഞ മദ്യവും ഭക്ഷണവും ഒരുപാട് കഴിച്ച് ഉറങ്ങിക്കിടക്കുന്ന തന്റെ കൂടെയുള്ളവരെ കൊന്ന് താൻ പണ്ട് രക്ഷപ്പെട്ടതുപോലെ സോങ് ഹ്യൂനോടും അത്തരം കാര്യം ചെയ്ത് രക്ഷപ്പെടാനായി പറയുകയും എന്നാൽ സോങ് ഹ്യൂൻ അത്തരത്തിൽ ചെയ്യാതെ ഇരിക്കുകയും പകരം ഗെയിം തുടർന്ന് കളിച്ചു തന്നെ വിജയിക്കാനായി നോക്കുകയും കൂടാതെ തനിക്ക് രക്ഷപ്പെടാൻ അവസരം ഉണ്ടായിരുന്നിട്ടും ആ ഒരു കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി സ്വയം മരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. സോ ഇങ്ങനെ മനുഷ്യത്വം ഉള്ള ആളുകളെയും മനുഷ്യത്വം ഇല്ലാത്ത ആളുകളെയുമാണ് ഈ ഒരു സീരീസിൽ ഉടനീളം കാണിച്ചിരിക്കുന്നത്. സോങ് ഹ്യൂൻ മരിക്കുന്നതിന് തൊട്ടു മുന്നേ VIP-കളെയും ഫ്രണ്ട്മാന്റെ ക്യാമറയിലേക്ക് നോക്കി തങ്ങൾ പന്തയ കുതിരകളൊന്നുമല്ല മനുഷ്യരാണ് എന്ന് പറയുമ്പോൾ സത്യത്തിൽ അത് ഒരു ഫോർത്ത് വാൾ ബ്രേക്കിംഗ് പോലെ പ്രേക്ഷകരായിട്ടുള്ള നമ്മളോടാണ് ആ ഒരു മെസ്സേജ് പറയുന്നത്. ഇങ്ങനെ ഈ സീരീസിൽ ഉടനീളം മനുഷ്യത്വം എന്നൊരു കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞു പോയിരുന്നത്. അതോടൊപ്പം തന്നെയുള്ള മറ്റൊരു കാര്യം, സോങ് ഹ്യൂൻ ഇവിടെ വെച്ച് മരിക്കാനായി നോക്കുമ്പോൾ ആദ്യം കുട്ടിയെയും എടുത്തുകൊണ്ട് ചാടാനായിട്ടാണ് ശ്രമിക്കുന്നത്. എന്നാൽ പിന്നീട് മനസ്സിലെന്തോ മാറ്റം വന്നതുപോലെ കുട്ടിയെ അവിടെ ഉപേക്ഷിച്ച് സോങ് ഹ്യൂൻ മാത്രമാണ് ചാടുന്നത്. ഈ കുട്ടിയുടെ അമ്മയും അച്ഛനും ഓൾറെഡി തന്നെ മരിച്ചും കഴിഞ്ഞു. സോ താൻ മരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ കുട്ടിയെ ആരും നോക്കാനില്ല എന്നുള്ള രീതിയിലായിരിക്കാം ആദ്യം സോങ് ഹ്യൂൻ കുട്ടിയെയും എടുത്തുകൊണ്ട് ചാടാനെ നോക്കിയത്. എന്നിരുന്നാലും തന്നെ പോലെ മനുഷ്യത്വമുള്ള ആരെങ്കിലും മുന്നോട്ട് വരും, ഈ കുട്ടിയെ എടുക്കും എന്ന് കരുതിയിട്ടാകാം പിന്നീട് സോങ് ഹ്യൂൻ കുട്ടിയെ അവിടെ വെച്ചുകൊണ്ട് ചാടുന്നതായി കാണിച്ചത്. സോ ഫ്രണ്ട്മാൻ മനുഷ്യത്വത്തിൽ വിശ്വസിച്ചിരുന്ന ആളല്ല, മനുഷ്യരുടെ നന്മയിൽ വിശ്വസിച്ചിരുന്ന ആളല്ല. തന്നെയും ചെയർമാനെയും VIP-കളെയും എല്ലാം പോലെ മനുഷ്യർ പണത്തിന് വേണ്ടി എന്ത് ദുഷ്ടത്തരവും ചെയ്യുമെന്ന് വിശ്വസിച്ചിരുന്ന ആളായിരുന്നു. സോ അവിടെ നിന്നാണ് സോങ് ഹ്യൂന്റെ പ്രവർത്തികൾ കണ്ടുകൊണ്ട് ഫ്രണ്ട്മാന്റെ മനസ്സിൽ മാറ്റങ്ങൾ വരികയും അയാൾ മനുഷ്യത്വത്തിൽ, ഹ്യൂമാനിറ്റിയിൽ വിശ്വസിക്കുകയും ചെയ്യുന്നത്.
ഇതുകൊണ്ടാണ് മനുഷ്യത്വത്തിൽ വിശ്വസിക്കാൻ തുടങ്ങിയ ഫ്രണ്ട്മാൻ പിന്നീട് സോങ് യുൻ കരുതിയതുപോലെ സോങ് യുവിന്റെ ആഗ്രഹം പോലെ മുന്നോട്ട് വരികയും ആ കുട്ടിയെ ഏറ്റെടുക്കുകയും പിന്നീട് അവളെയും അവൾക്ക് അർഹതപ്പെട്ട അവൾക്ക് ജീവിതകാലം മുഴുവൻ സുഖമായി കഴിയാനുള്ള ആ പണം തന്റെ അനിയനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നത്. കൂടാതെ സോങ് യുവിന്റെ പണം ആരോ മോഷ്ടിക്കുന്നതായി കാണിക്കുകയും പിന്നീട് സോങ് യുവിന്റെ മകളുടെ അടുത്തേക്ക് ഫ്രണ്ട്മാൻ എത്തുന്ന സമയത്ത് ഒരു കാർഡ് കൊടുക്കുന്നതായി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. സോ അതിലൂടെ നേരത്തെ ഫ്രണ്ട്മാനാണ് സോങ് യുവിന്റെ പണമെല്ലാം എടുത്തതെന്നും ആ പണം സോങ് യുവിന്റെ മകളുടെ കയ്യിൽ കൊണ്ട് എത്തിക്കുകയുമാണ് ചെയ്തതെന്നും മനസ്സിലാക്കാം. സോ ഇങ്ങനെ സോങ് യുവിന്റെ പ്രവൃത്തികൾ കണ്ടുകൊണ്ട് മനസ്സിന് മാറ്റം വന്നിട്ടുള്ള ഒരു ഫ്രണ്ട്മാനെയാണ് സീരീസിന്റെ അവസാന ഭാഗത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നത്. ഇതിനുശേഷം ഈ ഒരു ഫ്രണ്ട്മാൻ ആ ഒരു അമേരിക്കയിലെ നഗരത്തിലൂടെ പോകുന്ന സമയത്ത് അവിടെയും ഇങ്ങനെ സ്ക്വിഡ് ഗെയിമിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് കാണുന്നു. സോ ഒരുപക്ഷെ കൊറിയയിലും മറ്റും ഈ ഒരു സ്ക്വിഡ് ഗെയിം നടന്നിരുന്ന സമയത്ത് തന്നെ USA-യിലും ഇത്തരം സ്ക്വിഡ് ഗെയിമുകൾ നടന്നിരിക്കാം. അതല്ലെങ്കിൽ കൊറിയയിലുള്ള ആൾക്കാരെ വെച്ച് നടത്തിയിരുന്ന ആ ഒരു സ്ക്വിഡ് ഗെയിമിന്റെ സ്ഥലം പൂർണ്ണമായും നശിച്ചു പോയത് കൊണ്ട് അതിനുശേഷം ഇപ്പോൾ അത് USA-യിലേക്ക് മാറ്റിയിരിക്കുന്നതാകാം. അതായത് ആ ഒരു സ്ഥലം നശിക്കുകയും അവിടെയുള്ള ആളുകളെല്ലാം പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിലും VIP-കൾ ഒരു കുഴപ്പവുമില്ലാതെ അതിനു മുന്നേ തന്നെ രക്ഷപ്പെടുന്നതായി കാണിച്ചിട്ടുണ്ട്. അതിലെ ഈ VIP-കളിൽ മിക്കവരും കൊറിയക്കാരൊന്നുമല്ല, പകരം പുറം നാട്ടുകാർ, അമേരിക്ക പോലെയുള്ള രാജ്യക്കാരാണെന്ന് കാണിച്ചിട്ടുമുണ്ട്. സോ ഇവർ ഓൾറെഡി തന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ ഇത്തരം ഗെയിമുകൾ നടത്തിയിട്ടുള്ളവരോ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം നശിച്ചത് കൊണ്ട് അതിനുശേഷം ഇത്തരം ഗെയിമുകൾ അവർ മറ്റൊരു നാട്ടിലേക്ക് കൊണ്ടുപോയതാണെന്നും അവിടേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതാണെന്നും മനസ്സിലാക്കാം. ഈ ഒരു സ്ക്വിഡ് ഗെയിമിന്റെ അടുത്ത ഭാഗം എന്നതുപോലെ സ്ക്വിഡ് ഗെയിം ഇൻ USA എന്നൊരു കാര്യം വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സോ അതുകൊണ്ടായിരിക്കാം അത്തരത്തിൽ ഇനി സ്ക്വിഡ് ഗെയിമിന്റെ അടുത്ത ഭാഗം നടക്കാൻ പോകുന്നത് അമേരിക്കയിലാണ് എന്ന രീതിയിലാണ് ഇവിടെ കാണിച്ച് അവസാനിപ്പിക്കുന്നത്. അതായത് ഒരു രാജ്യത്ത് അവസാനിക്കുകയാണെങ്കിലും മറ്റൊരു രാജ്യത്ത് ഇത്തരത്തിൽ പണക്കാരായിട്ടുള്ള ആളുകൾ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുകയും അവരെ തമ്മിലടുപ്പിക്കുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുമെന്നും ആ ഒരു കാര്യം ഭൂമിയിൽ ഒരിടത്തല്ലെങ്കിൽ മറ്റൊരിടത്ത് നടന്നുകൊണ്ടേയിരിക്കുമെന്നും തുടർന്നുകൊണ്ടേയിരിക്കുമെന്നും എന്നുള്ള രീതിയിലാണ് ഈ സീസന്റെ അവസാന ഭാഗത്ത് കാണിച്ചു പോകുന്നത്. സോ ഫ്രണ്ട്മാനും ഇതിനൊരു അവസാനം ഇല്ലല്ലോ, ഇത് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന അർത്ഥത്തിലാകാം അവരെ നോക്കുന്നതായും അവർ തിരിച്ച് ഫ്രണ്ട്മാനെ നോക്കി ചിരിക്കുന്നതായും കാണിച്ചത്. ഇനി സീരീസിൽ വന്നിട്ടുള്ള മെയിൻ പോരായ്മകൾ അല്ലെങ്കിൽ തിരക്കഥയിൽ അവർ കണ്ടിന്യൂ ചെയ്യാതെ പോയിട്ടുള്ള കുറച്ച് കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതായത് സ്ക്വിഡ് ഗെയിമിന്റെ സീസൺ 2-ൽ സോങ് യുൻ ശ്രമിക്കുന്നത് ആ ഒരു സ്ക്വിഡ് ഗെയിം പൂർണ്ണമായും അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്. സീസൺ 2-ന്റെ അവസാന എപ്പിസോഡ് വരെ അയാൾ അതിനുവേണ്ടി പൊരുതുന്നതായും മറ്റും കാണിച്ചിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം ഈ ഒരു സീസൺ 3-ലേക്ക് എത്തുന്ന സമയം അയാൾ ആ ഒരു കാര്യത്തിൽ നിന്നും പൂർണ്ണമായും മാറി സഞ്ചരിക്കുന്നത് പോലെ ആ ഒരു ക്യാരക്ടറിന് വലിയ റോളൊന്നും കൊടുക്കാതെ അവസാന എപ്പിസോഡ് ഒഴിച്ചു നിർത്തിയാൽ മറ്റുള്ള എപ്പിസോഡുകളിൽ വലിയ റോളൊന്നും കൊടുക്കാതെ പോയിരുന്നത് പോലെയാണ് തോന്നിയത്. തീർച്ചയായിട്ടും സീസൺ 2-ന്റെ അവസാനത്തിൽ അയാളുടെ കൂട്ടുകാരൻ മരിച്ചത് കൊണ്ടാകാം അയാൾക്ക് ഈ ഒരു മാറ്റം വന്നതെന്ന് മനസ്സിലാക്കാം. എന്നിരുന്നാലും രണ്ടാമത്തെ സീസണിൽ ഒരുപാട് പേരുമായി ഫൈറ്റ് ചെയ്യുന്ന, ഒരുപാട് പേരെ വെടിവെച്ച് കൊല്ലാനെല്ലാം ശ്രമിച്ചുകൊണ്ടിരുന്ന ആ ഒരു ക്യാരക്ടർ തൻ്റെ ഉറ്റ സുഹൃത്തിനെ കൂടെ നിന്നുകൊണ്ട് ചതിച്ചു കൊന്നത് ആ ഫ്രണ്ട്മാൻ തന്നെയാണെന്ന് മനസ്സിലാക്കിയിട്ടും അയാളെ തിരിച്ചുപദ്രവിക്കാത്തതും പിന്നീട് അങ്ങോട്ടും ഇവർക്കെതിരെ വലിയ രീതിയിലുള്ള ഫൈറ്റ് നടത്താതിരിക്കുന്നതും ആ ഒരു ക്യാരക്ടറിന്റെ അതുവരെയുള്ള ഉദ്ദേശങ്ങളും സ്വഭാവങ്ങളും വെച്ചുകൊണ്ട് ആ ഒരു ക്യാരക്ടർ എന്തിനാണോ അവിടേക്ക് വന്നത് ആ ഒരു കാര്യത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് തിരക്കഥ എഴുതി അവസാനിപ്പിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. അയാൾ ആഗ്രഹിച്ചതുപോലെ കൊറിയയിലുള്ള ആ ഒരു സ്ക്വിഡ് ഗെയിം അവസാനിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനുള്ള പ്രവർത്തനങ്ങൾ സീസൺ 3-ൽ അയാൾ ചെയ്യുന്നതായി കാണിച്ചിട്ടില്ല. പകരം ഫ്രണ്ട്മാന്റെ അനിയൻ അങ്ങോട്ടേക്ക് കോസ്റ്റ് ഗാർഡിനെയും കൂട്ടി വന്നതുകൊണ്ടാണ് ആ ഒരു ഗെയിം അവസാനിക്കുന്നത് പോലെ അല്ലെങ്കിൽ ആ ഒരു ദ്വീപ് പൂർണ്ണമായും നശിപ്പിക്കുന്നത് പോലെ കാണിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ഫ്രണ്ട്മാന്റെ അനിയന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിലും സീസൺ 2-ന്റെ ആദ്യത്തെ എപ്പിസോഡ് മുതൽ സീസൺ 3-യുടെ അവസാന എപ്പിസോഡ് വരെ എല്ലാ എപ്പിസോഡുകളിലും ഇവർ ഈ ഒരു ദ്വീപ് തേടുന്നതായി കണ്ടിന്യൂസ് ആയി കാണിച്ചിരുന്നത് കുറച്ച് ബോറായിട്ട്, കുറച്ച് വലിച്ചു നീട്ടിയതുപോലെയാണ് തോന്നിയിരുന്നത്. അതിനുള്ള കാരണങ്ങൾ അവർ തന്നെ കാണിക്കുന്നുണ്ടെങ്കിലും അവിടെ ഒരുപാട് ദ്വീപുകൾ ഉണ്ടെന്നും കപ്പിത്താൻ ഇവരെ കൂടെ നിന്നുകൊണ്ട് ചതിക്കുന്നതായിരുന്നു എന്നെല്ലാം കാണിക്കുന്നുണ്ടെങ്കിലും എല്ലാ എപ്പിസോഡുകളിലും ഇവർ ഈ ഒരേ കാര്യം തന്നെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നതായി കാണിച്ചത് കുറച്ച് വലിച്ചു നീട്ടിയതുപോലെയാണ് എനിക്ക് പേഴ്സണലായി തോന്നിയത്. കൂടാതെ ഈ ഒരു ക്യാരക്ടർ ആണെങ്കിലും തന്റെ സഹോദരനെ കണ്ടെത്താൻ വേണ്ടി അവിടേക്ക് വരികയും ആ ഒരു ഗെയിം അവസാനിപ്പിക്കാനായെല്ലാം ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾക്കും അതിലൊന്നും ചെയ്യാനില്ലായിരുന്നുവെന്നും അയാൾ അവിടേക്ക് വരുന്ന സമയത്ത് തന്നെ അതെല്ലാം ബോംബ് വെച്ച് തകർക്കാനായി ഫ്രണ്ട്മാൻ ശ്രമിച്ചിരുന്നുവെന്നും
അയാൾ വെറുതെ അവിടെ വന്ന് തന്റെ സഹോദരനെ കാണുകയും തിരിച്ചു പോവുകയും മാത്രമാണ് ചെയ്യുന്നത്. സോ ഈ ഒരു ക്യാരക്ടർ ആണെങ്കിലും എന്തിനായിരുന്നുവോ ഈ 2 സീസണുകളിലും ശ്രമിച്ചുകൊണ്ടിരുന്നത് അതിനൊരു പൂർണ്ണമായിട്ടുള്ള അവസാനം കൊടുക്കാത്തതുപോലെ ഇവരൊന്നും ചെയ്യേണ്ടി വന്നില്ല, പകരം ഫ്രണ്ട്മാൻ തന്നെയാണ് എല്ലാം അവസാനിപ്പിച്ചത് എന്നുള്ള രീതിയിലാണ് കാണിച്ചത്. അതുപോലെ മിസ്റ്റർ ചോയ് എന്ന ക്യാരക്ടർ തന്റെ ബോസിനെ തന്റെ കൺമുന്നിൽ വെച്ച് കൊന്നതിനുള്ള പ്രതികാരത്തിന് വേണ്ടിയാണ് നടന്നതെങ്കിലും അത്തരമൊരു പ്രതികാരമൊന്നും അയാൾക്ക് ചെയ്യാൻ സാധിക്കാത്തതുപോലെ അയാൾ ആ കപ്പിത്താന്റെ കാര്യമെല്ലാം കണ്ടെത്തുന്നുണ്ടെങ്കിലും പിന്നീട് ജയിലിലേക്ക് പോകുന്നതായും എല്ലാം അവസാനിച്ചതിന് ശേഷം മാത്രം തിരിച്ചു വരുന്നതായിട്ടുമാണ് കാണിക്കുന്നത്. സോ അയാളുടെ കൈകൊണ്ട് ഒരാളെയെങ്കിലും കൊല്ലുന്ന രീതിയിൽ കാണിച്ചിരുന്നുവെങ്കിൽ, തന്റെ ബോസിനെ കൊന്നതിന്റെ ദേഷ്യത്തിൽ ഒരാളെയെങ്കിലും കൊല്ലുന്നതായി കാണിച്ചിരുന്നുവെങ്കിൽ അയാളുടെ പ്രതികാരം അയാളായി തീർത്തതായിട്ട് കാണിക്കാമായിരുന്നു. സോ ഇങ്ങനെ സോങ്ക്യവൂൻ എന്ന ക്യാരക്ടർ ആണെങ്കിലും ഫ്രണ്ട്മാന്റെ അനിയൻ ക്യാരക്ടർ ആണെങ്കിലും ഈ ചോയ് എന്ന ക്യാരക്ടർ ആണെങ്കിലും ഇവരെല്ലാം തന്നെ എന്തിനാണോ നടന്നത് അതൊന്നും ഇവർക്ക് തീർക്കാൻ കഴിയാതെ പകരം ഫ്രണ്ട്മാൻ ആ ഒരു ദ്വീപ് കത്തിച്ച് അവസാനിപ്പിച്ചത് കൊണ്ട് ഇവരുടെ എല്ലാ ആഗ്രഹം അങ്ങ് നടന്നു പോയി എന്നുള്ള രീതിയിലാണ് കാണിച്ചത്. സോ ഇങ്ങനെ നമ്മൾ കാണാൻ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ സീസൺ 2 വെച്ച് ഇത്തരം കാര്യങ്ങളെല്ലാം ഇനി ഒരുപക്ഷെ കാണാൻ സാധ്യതയുണ്ട് എന്ന് കാണിച്ചതിന് ശേഷവും അതിലേക്കൊന്നും കടക്കാതെ പകരം ഇവർക്കൊന്നും ചെയ്യാനേ ഇല്ലായിരുന്നു എന്നെല്ലാം കാണിച്ച് അവസാനിപ്പിച്ചത് കുറച്ച് പോരായ്മയായിട്ടാണ് എനിക്ക് പേഴ്സണലായി തോന്നിയത്. സോ എന്താണ് ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. കൂടാതെ ഈ ഒരു സീസണെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഈ സീസണിലെ ആരുടെ മരണമാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചതെന്നും ഈ സീസണെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നമുക്ക് അടുത്തൊരു എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.